السلام عليكم ورحمة الله وبركاته. സ്വന്തത്തിന് വേണ്ടി കഫൻ തുണിയും ഖബറും ഒരുക്കി തയ്യാറാക്കി വെക്കുന്നതിലാണ് ഇന്ന് നമ്മുടെ ചർച്ച. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 1277 ഹദീസ് നമ്പറായി റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാം. സഹദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു സ്ത്രീ നബി തങ്ങളുടെ അരികിൽ വന്നു. അന്നംറഅതൻ ജാഅത്തിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിബുർദത്തിൻ മൻസൂജത്തിൻ ഫീഹാ ഹാസിയത്തുഹാ. കരയുള്ള ഒരു മുണ്ട് നെയ്തുണ്ടാക്കി ഒരു സ്ത്രീ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, അതദ്റൂന മൽ ബുർദ, എന്താണ് ബുർദ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ? ഖാലു, അവർ പറഞ്ഞു, അശ്ശംല, അത് മൂടുന്ന ഒരു വസ്ത്രമാണ്. ഖാല, നബി തങ്ങൾ പറഞ്ഞു, നഅം, അതെ. ഖാലത്ത്, ആ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, നസജ്തുഹാ ബിയദി ഫജിഅ്തു ലിഅക്സുവകഹാ. നബിയെ, ഞാനിതെൻ്റെ കൈ കൊണ്ട് നെയ്തുണ്ടാക്കിയ മുണ്ടാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ഫജിഅ്തു ലിഅക്സുവകഹാ, ഇത് നിങ്ങൾ ധരിപ്പിക്കാൻ വേണ്ടി ഞാൻ നെയ്തുണ്ടാക്കി കൊണ്ടുവന്നതാണ്. അങ്ങനെ ഫഅഖദഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹ്താജൻ ഇലൈഹ, നബി തങ്ങൾ വളരെ പ്രിയത്തോടെ ഒരാവശ്യക്കാരനെ പോലെ അത് വാങ്ങി, ഏറ്റുവാങ്ങി. സഹദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖറജ ഇലൈനാ വ ഇന്നഹാ ഇസാറുഹു. ഒരു ദിവസം നബി തങ്ങൾ ഞങ്ങളിലേക്ക് വന്നപ്പോൾ ആ മുണ്ട് അരമുണ്ടാക്കി ഉപയോഗിച്ച് ഉടുത്താണ് ഞങ്ങളിലേക്ക് വന്നത്. അത് കണ്ടപ്പോൾ ഫഹസ്സനഹാ ഫുലാനൻ, ഒരാൾ അത് വളരെ ആകർഷിച്ചു പോയി. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സഹാബിക്ക് അതിൽ വലിയ ആകർഷണീയതയുണ്ടായി. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഉക്സൂനീഹാ, ഇത് ഞങ്ങളെ ധരിപ്പിക്കുന്ന നബിയെ, എന്നെ ധരിപ്പിക്കുന്ന നബിയെ എന്ന് അദ്ദേഹം പറഞ്ഞു. മാ അഹ്സനഹാ, എന്തൊരു ചന്തമുള്ള മുണ്ട്. ഖാലൽ ഖൗമു, അപ്പോൾ ബാക്കിയുള്ള സഹാബത്ത് പറഞ്ഞു, മാ അഹ്സൻത, നീ അത് ശരിയായില്ല കേട്ടോ, അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. ലബിസഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹ്താജൻ ഇലൈഹ, നബിതങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ലേ നബിതങ്ങൾ ധരിച്ച് ആ മുണ്ടുമായി ഇവിടെ വന്നത്, ആ മുണ്ട് ധരിച്ച് നമ്മളിലേക്ക് വന്നത്. എന്നിട്ട് സുമ്മ സഅൽതഹു വഅലിംത അന്നഹു ലാ യുറദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ മുണ്ട് ആവശ്യമുണ്ട് എന്ന് നിനക്കറിയാം, അതുകൊണ്ടാണ് നബിതങ്ങൾ ധരിച്ച് വന്നത്. അപ്പോൾ നീ അത് ചോദിക്കുമ്പോൾ നബിതങ്ങളത് തിരസ്കരിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് ചോദിക്കാൻ പോയത് ഇത് ശരിയായില്ല. നബിതങ്ങളോട് ആരെന്ത് വന്ന് ചോദിച്ചാലും ഇല്ല എന്ന് പറയാൻ നബിതങ്ങൾക്ക് കഴിയില്ല, അങ്ങെടുത്തു കൊടുക്കും. എൻ്റെ ഹദീസിൽ കാണാം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നബി തങ്ങൾക്ക് ഒരു പാത്രം ഈത്തപ്പഴം കൊണ്ടുവന്നു. അപ്പോൾ യാചകനായ ഒരാൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് അത് എടുത്തു കൊടുത്തു. അപ്പോൾ നബി തങ്ങൾ കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്ന ആ ഈത്തപ്പഴം വേറെ ഒരാൾ വാങ്ങിക്കൊണ്ടുപോയപ്പോൾ അത് കൊടുത്ത ആൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം നബി തങ്ങൾ കഴിക്കണമെന്നാണല്ലോ അയാളുടെ ആഗ്രഹം. അപ്പോൾ ആ വാങ്ങിക്കൊണ്ടുപോയ യാചകനിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് പിന്നെയും നബിതങ്ങൾക്ക് എന്നെ ആദ്യത്തെ ആൾ കൊണ്ടുപോയി കൊടുത്തു. അപ്പോഴും മറ്റേ ആൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വന്നു. അപ്പോഴും നബിതങ്ങൾ ആ ഈത്തപ്പഴയാക്കാൻ എടുത്തു കൊടുത്തു. അപ്പോൾ ആദ്യം കൊടുത്ത ആൾക്ക് പിന്നെയും ടെൻഷനായി. അപ്പോഴും അദ്ദേഹത്തിൽ നിന്ന് വീണ്ടും കാശ് കൊടുത്ത് വാങ്ങി, എന്നിട്ട് റസൂലുള്ളാഹി നിങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്തു. അപ്പോഴും പഴയ യാചകൻ മൂന്നാമതും വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും അദ്ദേഹത്തിനത് കൊടുത്തു. ഇതാണ് നബിതങ്ങളുടെ പ്രകൃതം എന്ന് പറയുന്നത്. ഒരാൾക്ക് ഒരു കാര്യത്തിൽ ഇഷ്ടമുണ്ട് എന്ന് തോന്നിയാൽ അത് നബിതങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പോലും നബിതങ്ങളത് കൊടുക്കും. അതുകൊണ്ട് ആ സഹാബി നബിതങ്ങൾ ആ മുണ്ട് കൊടുത്തു വന്നപ്പോൾ അതിനെ വല്ലാതെ അങ്ങ് പ്രശംസിച്ചു പോയി. അങ്ങനെയുണ്ടല്ലോ, നമ്മളൊരു അത്തറ് പൂച്ചി വരുമ്പോൾ നല്ല വാസനകൾ അത്തരത്തെ എവിടെ നിന്നാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ എനിക്ക് അത്തറ് കിട്ടിയാൽ തിരക്കില്ല എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ അദ്ദേഹം ഈ മുണ്ട് നല്ലോണം അങ്ങ് പ്രശംസിച്ചപ്പോൾ സഹാബത്ത് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ശരിയായില്ല,
വഅലിംത അന്നഹു ലാ യറുദ്ദു, നബിതങ്ങൾ നിങ്ങളുടെ ചോദ്യത്തെ തിരസ്കരിക്കുകയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചോദിച്ചത് ശരിയായില്ല. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നി വല്ലാഹി മാ സഅൽതുഹു ലിഅൽബസ, കൂട്ടുകാരെ, ഞാനിത് നബിതങ്ങൾ ഉടുത്ത ആ മുണ്ട് ആവശ്യപ്പെട്ടത് ധരിക്കാൻ വേണ്ടിയാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? എങ്കിലല്ല, ഞാൻ ധരിക്കാൻ വേണ്ടിയല്ല ഞാനത് ചോദിച്ചത്. ഇന്നമാ സഅൽതുഹു ലിതകൂന കഫനീ, നബിതങ്ങൾ ഒരു പ്രാവശ്യമാണെങ്കിലും അവിടുത്തെ ശരീരത്തിൽ തട്ടിയ ഒരു വസ്ത്രം അത് എൻ്റെ കഫൻ തുണിയായി ഉപയോഗിച്ചാൽ എനിക്ക് നാളെ ഖബറിൽ രക്ഷയുണ്ടാകുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് ബറക്കത്തിന് വേണ്ടി ഞാനത് ആവശ്യപ്പെട്ടതാണ്. അല്ലാതെ ഞാൻ ഉടുത്തു നടക്കാൻ വേണ്ടിയല്ല ആവശ്യപ്പെട്ടത്. റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിൽ തട്ടിയ ആ കഫൻ തുണി, ആ മുണ്ട് എൻ്റെ കഫനായി ഉപയോഗിക്കുമ്പോൾ എനിക്ക് നല്ല സുരക്ഷയുണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ട് ചോദിച്ചതാണ്. ഖാല സഹ്റുൻ, സഹ്ർ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ടിൽ സഹ്ർ പറയാണ്, ഫകാനത് കഫനാ, അയാളെ ആ മുണ്ടിൽ തന്നെ കഫൻ ചെയ്യുകയുണ്ടായി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയാം. അപ്പോൾ സാധാരണഗതിയിൽ കഫൻ തുണി ഒരുക്കി തയ്യാറാക്കുക എന്നത് അത്ര പ്രോത്സാഹനജനകമൊന്നുമല്ല. ഇമാം ശർവാനി റളിയല്ലാഹു അൻഹു പറയുന്നു, വയഖുറഉ ഇത്തിഖാദുൽ കഫൻ, കഫൻ തുണി ഒരുക്കി തയ്യാറാക്കി വെക്കുക എന്നത് കറാഹത്താണ്. പക്ഷേ ഇല്ലാ മിൻ ഹില്ലിൻ ഔ മിൻ അസരി സ്വാലിഹിൻ, സ്വാലിഹായ ഒരു മനുഷ്യൻ ഉപയോഗിച്ച ഒരു മുണ്ട് അദ്ദേഹത്തിൻ്റെ ബറക്കത്ത് കിട്ടുക എന്ന ലക്ഷ്യത്തിലോ അല്ലെങ്കിൽ പൂർണ്ണമായും ശുദ്ധമായ ഹലാലിൽ നിന്നാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു കഫൻ തുണിയോ ആണെങ്കിൽ അത് ഒരുക്കി തയ്യാറാക്കി വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഫഇന്നഹു യുസന്നു ഇത്തിഖാദുഹു, അങ്ങനെ കഫൻ തുണി ഒരുക്കി തയ്യാറാക്കി വെക്കൽ സുന്നത്താണ്. ബിഖിലാഫിൽ ഖബ്രി, അപ്പോൾ കഫൻ തുണി, നല്ല കഫൻ തുണി, ഹലാലായ പൈസ കൊണ്ട് വാങ്ങിയ കഫൻ തുണി അതാണ് എന്ന് ഉറപ്പുണ്ട് എങ്കിൽ അത് അതിൽ തന്നെ മറവ് ചെയ്യാൻ വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെക്കാം. പൊതുവായി ഖബറിനെ പോലെയല്ല കഫൻ തുണി. ഖബർ എന്ന് പറഞ്ഞാൽ ഖബർ നേരത്തെ തന്നെ ഒരുക്കി തയ്യാറാക്കി വെക്കൽ സുന്നത്താണ്. ഖബർ നേരത്തെ തന്നെ ഒരുക്കി തയ്യാറാക്കി വെക്കൽ സുന്നത്താണ്. അങ്ങനെ ഉണ്ടല്ലോ, മഹാനായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ നേരത്തെ തന്നെ ഖബർ തയ്യാറാക്കി ആ ഖബറിൽ കിടന്ന് ഒരുപാട് ഖത്മുകൾ തീർത്ത മഹദിയായിരുന്നു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരാളോട് മാത്രമേ മയ്യത്ത് നിസ്കരിക്കണമെന്ന് വസിയത്ത് ചെയ്തിട്ടുള്ളൂ. അതാരാ? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയോടാണ്. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു നമുക്കറിയാലോ, എത്രയോ ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാഠമാക്കിയ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ഓരോ ദിവസവും തൻ്റെ ശിഷ്യന്മാരെ വിടും ദ്വാരിപ്പിക്കാൻ വേണ്ടി. അവസാന നിമിഷമായപ്പോൾ ശാഫി ഇമാമിന് പല രോഗങ്ങളും ഉണ്ടായിരുന്നു. അത്രയും വലിയ ഒരു മദ്ഹബിൻ്റെ ഇമാമായിട്ട് പോലും നിങ്ങൾ നോക്കൂ, പരീക്ഷണങ്ങൾക്കൊടുവിലാണ് മഹാനവറുകൾ ജീവിച്ചത്. അങ്ങനെ അവസാനം ബാസൂർ രോഗം പിടിപെട്ടിട്ട്, അർശസ് രോഗം പിടിപെട്ടിട്ട് ദർസ് നടത്താൻ പറ്റാതെ കോളാമ്പി കൊണ്ടുവന്നിട്ട് അത് വെച്ചിട്ട് അതിൻ്റെ മേലെ കയറിയിരുന്ന് ദർസ് നടത്തിയ സന്ദർഭം പോലും ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അത്രയും വലിയ പരീക്ഷണം. അവസാനം നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് വിട്ടു ദ്വാരക്കാൻ പറയാൻ വേണ്ടി. രോഗം വളരെ കൂടുതലാണ്, അതുകൊണ്ട് സമാധാനം കിട്ടാൻ ദ്വാരക്കണം. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇനി രോഗമൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. കാരണം എന്താ? ഇനി ജീവിതം ഇല്ല, മരണമായി. അതുകൊണ്ട് ഇനി രോഗമൊന്നും ഉണ്ടാവില്ല എന്ന് പറയണം. ആ ഒരൊറ്റ വാക്ക് തന്നെയാണ് പിന്നീട് ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തായി. പക്ഷെ ആ വഫാത്താകുന്ന സമയത്ത് മഹാനവറുകൾ വസിയത്ത് ചെയ്തു, എന്നോട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയോട് എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പറയണം. പുരുഷന്മാരുടെ പേരിൽ മയ്യത്ത്, സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കരിക്കുക എന്നത് പ്രോത്സാഹനജനകമല്ല. ലോകത്തുള്ള എല്ലാ സ്ത്രീകളും ഒരാളുടെ പേരിൽ മയ്യത്ത് നിസ്കരിച്ചാലും മയ്യത്ത് നിസ്കാരത്തിൻ്റെ കടമയും കടപ്പാടും വീടൂല. ഒരാൺ പിറന്ന ഒരു കുട്ടിയെങ്കിലും നിസ്കരിക്കാതെ ആ മയ്യത്ത് മറമാടാനും പറ്റൂല. കാരണം മയ്യത്തിൻ്റെ മേലുള്ള നിസ്കാരം
അതുപോലെ അതിനെ കൊണ്ടുപോകൽ, ഖബറടക്കൽ, ഇതെല്ലാം പുരുഷന്മാരുടെ വവായിഫിൽപ്പെട്ടതാണ്. ഇന്ന് ചില വീടുകളിലൊക്കെ അതിങ്ങനെ വളർന്ന് പന്തലിച്ച് വരുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. ഏതായാലും അത് പ്രോത്സാഹനജനകമല്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, അതിൽ നിന്ന് ഒറ്റപ്പെട്ട് മഹാനായ ശാഫിഈ ഇമാം നഫീസത്തുൽ മിസ്രിയയോട് അങ്ങനെ വസിയത്ത് ചെയ്യാനുള്ള കാരണം അത്രയും നല്ല പവിത്രതയുള്ള ഒരു ഉമ്മയായിരുന്നു. സ്വന്തം ഖബർ കൊത്തിയിട്ട് ആയിരക്കണക്കിന് ഖത്മുകൾ തീർത്ത മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. മിസ്റിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഞാനവിടെ പഠിക്കുന്ന സമയത്ത് പല പ്രാവശ്യവും മഹദിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയിട്ടുണ്ട്. മിസ്റിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിക്കും തിരക്കും കൂട്ടി സിയാറത്ത് ചെയ്യുന്ന സ്ഥലം നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ മഖാം ശരീഫാണ്. ഞാനവിടെ സിയാറത്തിന് പോയപ്പോൾ ഖബറിൻ്റെ ഉള്ളിൽ കുറേ കടലാസിൻ്റെ കഷ്ണങ്ങൾ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു, എന്താണ് ഈ ജനങ്ങൾ ഇതൊന്നും പരിപാലിക്കാത്തത്? നോക്കുമ്പോൾ എന്താണ്, അവിടെ വരുന്ന ഓരോ ആളുകളും അവരുടെ പരാതി എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് പോകുന്നതാണ്. അങ്ങനെ ജനങ്ങളുടെ ഒരു ആശാകേന്ദ്രമായി കാണുന്ന ഒരു സ്ഥലമാണ് ഈ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഖബർ. പറഞ്ഞുകൊണ്ട് വരുന്നത്, അപ്പം സ്വന്തമായി ഖബർ കുത്തിയിട്ട് ആ ഖബറിൽ കിടന്ന് ഖത്തം തീർത്ത് ആ ഖബർ പടച്ചോനെ മരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ഓർമ്മയിൽ ജീവിക്കാം. അത് സുന്നത്തായൊരു കാര്യമാണ്. എന്നാൽ അങ്ങനെ കഫൻ തുണിയുടെ കാര്യത്തിൽ പ്രോത്സാഹനം നൽകുന്നില്ല എങ്കിലും ഹലാലായ സ്വത്തോ അല്ലെങ്കിൽ സ്വാലിഹീങ്ങൾ ഉപയോഗിച്ച അസറുകളോ കിട്ടിയാൽ അത് കഫൻ തുണിയായി ഉപയോഗിക്കാം. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ അയ്യനഹു തഅയ്യന. ഒരാളൊരു കഫൻ തുണി നിജപ്പെടുത്തിയാൽ, ഈ കഫൻ തുണിയിൽ എന്നെ മറമാടണം എന്ന് പറഞ്ഞാൽ പിന്നെ ആ കഫൻ തുണി തന്നെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മഹാനായ ഇമാം ശർവാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻ യഖൂല ബഅദ ഇഅദാദിഹി കഫിനു ഫീ ഹാദാ ഔ നഹ്വി ദാലിക. ഒരാൾ പറഞ്ഞു, കഫൻ തുണി ഒരിക്കൽ തയ്യാറാക്കി വെച്ചിട്ട് ഇതിൽ തന്നെ എന്നെ കഫൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അതിൽ തന്നെ പെരുമാറേണ്ടതാണ്. കഫൻ തുണിയാണോ എന്നറിയില്ല, എങ്കിലും കഫൻ തുണി പോലെ ഒരിക്കൽ തയ്യാറാക്കി വെച്ചതായിട്ടാണ് മനസ്സിലാകുന്നത് എങ്കിൽ അതിൽ തന്നെ കഫൻ ചെയ്യലാണ് നല്ലത് എന്ന് മഹാനായ ഇമാം ശർവാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് എല്ലാവരും ആഗ്രഹിച്ചു പോയിരുന്നു. ബുഖാരിയിലെ വേറെ ഒരു ഹദീസ് കാണാം. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ എന്ന് പറയുന്ന മുനാഫിക്കീങ്ങളുടെ നേതാവ് മരണപ്പെട്ടു പോയപ്പോൾ മകൻ വന്നിട്ട് പറഞ്ഞു, നബിയെ നിങ്ങളുടെ കമീസ് ഒന്ന് തരുമോ, അതിൽ മറമാടാൻ വേണ്ടിയാ. നിങ്ങളെൻ്റെ വാപ്പാക്ക് വേണ്ടി നിസ്കരിക്കണം, വാപ്പാക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. മുനാഫിക്കീങ്ങളുടെ നേതാവാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ എന്ന് അറിയാം. മുനാഫിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അവർ അത് മുസ്ലിങ്ങളെപ്പോലെ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ നടക്കും. എന്നിട്ട് ഇവിടെയുള്ള ഉള്ളുകള്ളികളൊക്കെ മറ്റ് ഖുറൈശികളുടെ മുശ്രിക്കീങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങനെ ഇവിടെ ഒരു രഹസ്യവും ഉണ്ടാവില്ല, അതെല്ലാം വെളിയിലായിട്ടുണ്ടാവും. യോഗം പിരിയുന്നതിന് മുമ്പ് തന്നെ പാട്ടാകുമെന്ന് അറിയില്ല. ഇതുപോലെ ഇതാണ് മുനാഫിക്കീങ്ങൾ. അത് അവരുടെ തലവനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ. പക്ഷെ മകൻ നമ്മുടെ കൂട്ടത്തിൽ. അതുകൊണ്ട് റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, നബിയെ എൻ്റെ വാപ്പാൻ്റെ കാര്യമൊന്നും നോക്കണ്ട, നിങ്ങളുടെ ആ കമ്മീസ് നൽകിയിട്ട് ആ കമ്മീസിൽ മറമാടിയാൽ ആ ബർക്കത്തിൻ്റെ വാപ്പ അതുകൊണ്ടെങ്കിലും രക്ഷപ്പെട്ടാലോ. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ കമ്മീസ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആദിന്നീ ഉസല്ലി അലൈഹി, സമയമാകുമ്പോൾ എന്നെ അറിയിച്ചാൽ മതി, ഞാൻ വന്നിട്ട് നിസ്കരിച്ചോളാം. അങ്ങനെ സമയമായി റസൂലുള്ളാഹിനെ അറിയിച്ചു. നിസ്കരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ നേതൃത്വം നൽകിയപ്പോൾ ജദബഹു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിളിച്ചു, അല്ല നബിയെ, മുനാഫിക്കീങ്ങളുടെ നേതാവല്ലേ ഉബയ്യ്, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ്, നിങ്ങൾ നിസ്കരിക്കാൻ പോകണോ? ഫഖാല, അപ്പോൾ റസൂൽ പറഞ്ഞു, അന ബൈന ഖീറത്തൈനി, നിസ്കരിക്കണോ നിസ്കരിക്കണ്ടേ എന്നൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ ഉമറെ എന്ന് മഹാനവരുകൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഉടനെ ഇദാ ഫസല്ല അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുകയും ചെയ്തപ്പോൾ ഫനസലത്ത്, വിശുദ്ധമായ ഖുർആൻ ഇറങ്ങി. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ, അവിശ്വാസികളിൽ നിന്ന്
മുനാഫിഖീങ്ങളിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടാൽ അവരുടെ പേരിൽ നിങ്ങൾ നിസ്കരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് ആയത്ത് അവതരിപ്പിച്ചു. ഏതായിരുന്നാലും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ തീരുമാനം വരുന്നതിന് മുമ്പാണ്, ഈ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പാണ് റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ചിട്ടുള്ളത്. ഇങ്ങനെ ചില പ്രവൃത്തികളൊക്കെ റസൂലുള്ളാഹിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇസ്ലാമിൻ്റെ കൂടുതൽ നിയമങ്ങൾ റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുന്നതിന് മുമ്പായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ശാരിഅ് അഥവാ ശർഅ് എന്താണ് എന്ന് പഠിപ്പിക്കാൻ വന്ന പ്രവാചകൻ. അപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും, പിന്നീട് അതിനെതിരെ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ അർത്ഥം ആദ്യം ചെയ്യൽ അനുവദനീയമാണെങ്കിലും ഇങ്ങനെ ചെയ്യലാണ് നല്ലത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഉദാഹരണത്തിന് റസൂലുള്ളാഹി തങ്ങൾ സംസം വെള്ളം നിന്ന് കുടിച്ചു. പക്ഷേ സംസം വെള്ളമാണെങ്കിലും ഇരുന്നാണ് കുടിക്കേണ്ടത്. അതെന്തിനാണ്? മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വെള്ളം നിന്നും കുടിക്കാം, അത് സംസമാണെങ്കിലും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. പക്ഷേ എങ്കിലും ഇരുന്നാണ് കുടിക്കേണ്ടത്. റസൂലുള്ളാഹി തങ്ങൾ നിന്ന് മൂത്രിച്ചിട്ടുണ്ട്. എന്തിനാണ്? ആവശ്യക്കാർക്ക് അങ്ങനെയും മൂത്രിക്കാം, പക്ഷേ കാരണമില്ലാതെ അങ്ങനെ മൂത്രിക്കൽ കറാഹത്താണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പിന്നീട് പഠിപ്പിച്ചു കൊടുത്തു. ഇതുപോലെ ഓരോരോ ഘട്ടങ്ങളിലും നിയമങ്ങൾ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് റസൂലുള്ളാഹി സമൂഹത്തെ അത് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് ദീൻ സമ്പൂർണ്ണമായിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ കഫൻ തുണി നല്ല ഹലാലായ സ്വത്തുകൊണ്ട് വാങ്ങിയതാണ് എന്ന് ബോധ്യപ്പെടുന്നതോ അല്ലെങ്കിൽ സ്വാലിഹീങ്ങളുടെ അസറുകളുള്ളതോ ആയ കഫൻ തുണികൾ ഒരുക്കി തയ്യാറാക്കി വെക്കാം. അതുപോലെ നേരത്തെ തന്നെ ഖബർ കുത്തി വെക്കുകയും, ഖബർ പൊതുശ്മശാനങ്ങളിൽ ഖബർ കുത്തുമ്പോൾ അത് അവൻ്റേതാണെന്ന് പറയാൻ കഴിയില്ല. വേറെ ആൾ മരിച്ചാൽ അതിന് മറമാടും. ഒരാൾ അദ്ദേഹത്തിൻ്റെ ചെലവിൽ തന്നെ കുത്തിയ ഖബറാണെങ്കിൽ പോലും പൊതുശ്മശാന ഭൂമിയിൽ ഒരാൾ ഖബർ കുത്തിയാൽ അതിൽ അദ്ദേഹത്തെ തന്നെ മറമാടണം എന്ന ഒരു നിയമവും ഒരു നിർബന്ധവും ഇല്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ അല്ലല്ലോ. സ്വന്തം ഭൂമിയിലാണ് ഖബർ കുത്തിയതെങ്കിൽ അവിടെ അദ്ദേഹത്തെ തന്നെ മറമാടുകയും മറ്റുള്ള ആളുകളെ അതിന് മുമ്പ് മറമാടാതിരിക്കുകയും വേണമെന്ന് മഹാന്മാരായ ഫഖഹാവ് പറയുന്നു. ഏതായിരുന്നാലും സ്വാലിഹീങ്ങളുടെ അസറുകൾ കൊണ്ട് ബറക്കത്തെടുക്കുന്നതിന് ഈ ഹദീസ് തെളിവാണെന്ന് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു തആല മാപ്പ് ചെയ്യുമാറാവട്ടെ. റഹ്മാനുർ റബ്ബേ, പരിശുദ്ധമായ ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാൻ നീ സലാമത്താക്കണേ റഹ്മാനെ. വിശുദ്ധമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാനും തഖ്വയും നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഖബറിലും മഹ്ശറിലും സിറാത്ത് വാരത്തിലും നീ ഞങ്ങൾക്ക് തുണയാകണേ റഹ്മാനെ. അല്ലാഹുവേ, സാലിഹീങ്ങളുടെ എല്ലാ ബറക്കത്തുകളും അവരുടെ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. നീ പൊരുത്തപ്പെട്ടവരുടെ എല്ലാ പൊരുത്തങ്ങളും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. റഹ്മാനുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ചൂട്ടണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.